ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ക്ലാസ് 12 ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ്: ഇഫ് എനി ടു റോസ് ഓർ കോളംസ് ആർ പ്രപ്പോർഷണൽ, വൺ ആസ് എ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് അതർ. പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഈ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ദി വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് ഇസ് 0. അതായത് ഇതിൽ പറയുന്നത് എന്താണ്? ഒരു ഡിറ്റർമിനൻറ്റിൽ ഏതെങ്കിലും 2 റോസോ അല്ലെങ്കിൽ 2 കോളംസോ, ഓക്കെ, 2 റോ അല്ലെങ്കിൽ 2 കോളംസ് പ്രപ്പോർഷണൽ ആണെങ്കിൽ, എൻ്റെ അർത്ഥം എന്താ? ഒന്നൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്കതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഞാൻ ഇവിടെ ഒരു ഡിറ്റർമിനൻറ്റ് എഴുതിയിട്ടുണ്ട്: A1 B1 C1 K A1 K B1 K C1 ആൻഡ് A2 B2 C2. അപ്പോൾ ഇവിടെ ആദ്യത്തെ 2 റോസ് ഒന്ന് നോക്കിക്കേ. A1 B1 C1ൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ പ്രപ്പോർഷണൽ അല്ലേ ഈ സെക്കൻഡ് റോ എന്ന് പറയുന്നത്, അല്ലേ? അതായത് A1 B1 C1നെ ഏതോ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതാണ് നമ്മുടെ സെക്കൻഡ് റോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ K, അതായത് സെക്കൻഡ് റോയിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ഈ Kനെ നമുക്കൊന്ന് പുറത്തോട്ടേക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ആ കോമൺ ആയിട്ടുള്ള Kനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി എന്തായിരിക്കും വരുന്നത്? A1 B1 C1. ഇവിടുന്ന് K മൊത്തം പുറത്തോട്ട് വന്നപ്പോൾ ബാക്കി A1 B1 C1. നമ്മുടെ ലാസ്റ്റ് റോ A2 B2 C2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? അതായത് ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ അകത്ത് ഏതെങ്കിലും 2 റോസോ അല്ലെങ്കിൽ 2 കോളംസോ ഒരേപോലെ വന്നാൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ എന്താണ്? K ഇൻറ്റു ഈ ഡിറ്റർമിനൻറ്റിൽ ഫസ്റ്റ് 2 റോ ഒരേപോലെ വന്നതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ എന്തായി മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ K ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, പെട്ടെന്ന് K എഴുതിപ്പോയി. K ഇൻറ്റു 0 എന്താണ്? 0 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ എന്താ ഇത് പ്രോപ്പർട്ടിയിൽ പറയുന്നത്? ഒരു ഡിറ്റർമിനൻറ്റിൽ 2 റോസോ അല്ലെങ്കിൽ 2 കോളംസോ പ്രപ്പോർഷണൽ ആണെങ്കിൽ, അതായത് ഒന്നൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ, ഡിറ്റർമിനൻറ്റ് വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. കാരണം ഇതാണ്, ആ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ കോമൺ ആയിട്ട് വരുന്ന സാധനത്തെ നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ നമുക്ക് 2 റോസോ അല്ലെങ്കിൽ 2 കോളംസോ ഇതേപോലെ ഒരുപോലെ വരും. അങ്ങനെയാണ് അത് 0 ആയിട്ട് മാറുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്: 2 5 3 10 25 15 -1 3 5. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് 2 റോസ് ആയിരിക്കും പ്രപ്പോർഷണൽ ആയിട്ട് വരുന്നത്, അതായത് ഒന്നൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്? അതായത് നിങ്ങൾ നോക്കണം, ഇതിൽ ഏത് റോയിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രപ്പോർഷണൽ കിട്ടുന്നത് നോക്കുക. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഏകദേശം ഒരു സമയമില്ലേ? അതായത് 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10 കിട്ടി, 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 25, 3നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 15, അല്ലേ? അതായത് ഫസ്റ്റ് റോയിനെ മൊത്തത്തിൽ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന സെക്കൻഡ് റോ, അല്ലേ? അപ്പോൾ ഈ സെക്കൻഡ് റോയിൽ നിന്ന് നമുക്കൊരു 5 കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലോ. അപ്പോൾ സെക്കൻഡ് റോയിൽ നിന്ന് ഞാൻ 5 കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 5 ഇൻറ്റു ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ നമുക്ക് നോക്കാം: 2 5 3. ആദ്യത്തെ ഞാൻ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 5 കോമൺ ആക്കി പുറത്തെടുത്തു. അപ്പോൾ 5ൽ നിന്ന് 5 ഞാൻ പുറത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? കോമൺ ആയിട്ട് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ 10ൽ നിന്ന് 5 പോകുമ്പോൾ 2 ആകും, 25ൽ നിന്ന് 5 പുറത്തെടുക്കുമ്പോൾ അത് 5 ആകും, 15ൽ നിന്ന് 5 പുറത്തെടുക്കുമ്പോൾ അത് 3 ആകും. തേർഡ് റോ ഞാൻ അങ്ങനെ തന്നെ എഴുതുവാണ്: -1 3 5. കണ്ടോ? അപ്പോൾ ഇതിലെന്താ സംഭവിച്ചത്? കോമൺ ആയിട്ടുള്ള സെക്കൻഡ് റോയിൽ കോമൺ ആയിട്ടുള്ള 5നെ പുറത്തെടുത്തപ്പോഴേക്കും അതിൽ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും നമുക്ക് ഒരുപോലെ വന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിറ്റർമിനൻറ്റിൽ 2 റോസോ അല്ലെങ്കിൽ 2 കോളംസോ ഒരുപോലെ വന്നാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആയിട്ട് മാറും. ക്ലിയർ ആണോ ഈ പ്രോപ്പർട്ടി? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി ഇതാണ്: if each element of a row or column can be expressed as the sum of 2 terms, then the determinant can be expressed as the sum of 2 determinants. ഓക്കെ, അതായത് ഒരു ഡിറ്റർമിനൻറ്റിലെ ഏതെങ്കിലും റോയോ കോളമോ, അതായത് ഒരു റോ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു കോളം കംപ്ലീറ്റ്, എന്തിനാ നമുക്കതിനെ 2 ടേംസിൻ്റെ സമ്മാക്കി എഴുതാൻ പറ്റുവാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു റോയിനെയോ കോളത്തെയോ 2 ടേംസിൻ്റെ സമ്മാക്കി എഴുതാൻ പറ്റുവാണെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിനെ നമുക്ക് 2 ഡിറ്റർമിനൻറ്റിൻ്റെ സമ്മാക്കി എഴുതാനായിട്ട് പറ്റും എന്നാണ് ഈ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ തിയറി പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ എത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു റോയോ അല്ലെങ്കിൽ ഒരു കോളമോ 2 ടേംസിൻ്റെ സമ്മാക്കി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിനെ നമുക്ക് 2 ഡിറ്റർമിനൻറ്റിൻ്റെ സമ്മാക്കി എഴുതാനായിട്ട് പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഞാനിവിടെ ഒരു ഡിറ്റർമിനൻറ്റ് എടുത്തിട്ടുണ്ട്: A1 + D1 B1 + D2 C1 + D3 A2 B2 C2 A3 B3 C3. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കേ, എന്താണ് നമുക്കൊരു മാറ്റം വന്നിട്ടുള്ളത്? ഫസ്റ്റ് റോയിലെ എല്ലാ ടേംസിനെയും ഞാൻ 2 ടേംസിൻ്റെ സമ്മാക്കിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ പറയുന്നത് ഏതെങ്കിലും ഒരു റോയിനെയോ കോളത്തെയോ 2 ടേംസിൻ്റെ സമ്മാക്കി എഴുതാൻ പറ്റുമെങ്കിൽ അതിനെ എന്താക്കാന്നാ പറഞ്ഞേ? ഈ ഡിറ്റർമിനൻറ്റിനെ 2 ഡിറ്റർമിനൻറ്റിൻ്റെ സമ്മാക്കി എഴുതാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ
ഈ സാധനത്തെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതും. അതായത് ആദ്യത്തെ ഡിറ്റർമിനൻറ്റിനകത്ത് A1 B1 C1 A2 B2 C2 A3 B3 C3 പ്ലസ് രണ്ടാമത്തെ ഡിറ്റർമിനൻറ്റിൽ ഈ രണ്ടാമത്തെ പ്ലസ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ടേം വരും ഫസ്റ്റ് റോയിൽ. D1 D2 D3 A2 B2 C2 A3 B3 C3. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ഒരു ഡിറ്റർമിനൻറ്റിൽ ഏതെങ്കിലും റോയോ അല്ലെങ്കിൽ കോളമോ രണ്ട് ടേംസിൻ്റെ സമ്മാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ അതേ ഡിറ്റർമിനൻറ്റിനെ നമുക്ക് രണ്ട് ഡിറ്റർമിനൻറ്റിൻ്റെ സമ്മാക്കി എഴുതാനായിട്ട് പറ്റും. അതിൽ വരുന്ന മാറ്റം എന്താണ്? ഈ സം ചെയ്തിരിക്കുന്ന രണ്ട് സാധനത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഡിറ്റർമിനൻറ്റിലോട്ടാക്കും. അതേ ഇവിടെ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് നമ്മളുടെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. If each element of any row or column of a determinant, the equimultiples of corresponding elements of other row or column are added, then the value of determinants remains the same. വലിയ പാരഗ്രാഫ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇതിൽ പറയുന്നത് നമ്മളുടെ കയ്യിലൊരു ഡിറ്റർമിനൻ്റ് ഉണ്ട്. അതിലെ ഏതെങ്കിലും അതേ ഡിറ്റർമിനൻറ്റിൽ തന്നെ വരുന്ന കാര്യം കേട്ടോ. അതേ ഡിറ്റർമിനൻറ്റിലെ ഏതെങ്കിലും ഒരു റോയുടെ കൂടെ മറ്റൊരു റോയുടെയോ, അതായത് ഇത്രേ ഉള്ളൂ, ഒരേ ഡിറ്റർമിനൻറ്റിൽ ഏതെങ്കിലും ഒരു റോയോ കോളമോ, ഞാൻ നേരത്തെ കോളം പറഞ്ഞില്ല, അതാണ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരേ ഡിറ്റർമിനൻറ്റിലെ ഏതെങ്കിലും ഒരു റോയുടെ കൂടെയോ കോളത്തിൻ്റെ കൂടെയോ അതേ ഡിറ്റർമിനൻറ്റിൽ തന്നെ മറ്റൊരു റോയുടെയോ കോളത്തിൻ്റെയോ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താൽ, അതായത് മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അതിനൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഓക്കെ, ആഡ് ചെയ്താൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. പറഞ്ഞു തന്നാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഡിറ്റർമിനൻറ്റ് എടുത്തിട്ടുണ്ട്. A1 B1 C1 A2 B2 C2 A3 B3 C3. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഡെൽറ്റയാണ്. ഓക്കെ, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് R3, അതായത് റോ 3യുടെ കൂടെ R3നെ ഞാൻ എങ്ങനെ മാറ്റാൻ പോവാ? ആ റോ 3യുടെ കൂടെ ഞാൻ റോ 1നെ ഒരു K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആഡ് ചെയ്യും. ഓക്കെ, R3നെ ഞാൻ എങ്ങനെയാണ് മാറ്റുന്നത്? R3യുടെ കൂടെ R1നെ, റോ 1നെ ഞാനൊരു K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് R3യുടെ കൂടെ ആഡ് ചെയ്ത് എഴുതാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും മാറ്റം വരുന്നത്? ആദ്യത്തെ റോയ്ക്ക് മാറ്റമൊന്നുമില്ല, A1 B1 C1. രണ്ടാമത്തെ റോയ്ക്ക് മാറ്റമൊന്നുമില്ല, A2 B2 C2. പക്ഷേ മൂന്നാമത്തെ റോയ്ക്ക് മാറ്റമുണ്ട്. എന്താ? ആ മൂന്നാമത്തെ റോയിലെ എലമെൻറ്റിൻ്റെ കൂടെ ഫസ്റ്റ് റോയിനെ ഒരു K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് വരും? A3 പ്ലസ് K A1, പിന്നെ എന്ത് വരും? B3 പ്ലസ് K A2 C3 പ്ലസ് K A3 അല്ലേ? അപ്പോൾ അതെങ്ങനെയായിരിക്കും മാറുന്നത്? റോ 1ന് മാറ്റമൊന്നുമില്ല, A1 B1 C1. റോ 2ന് മാറ്റമില്ല, A2 B2 C2. പക്ഷേ റോ 3 ആണ് മാറുന്നത്. എങ്ങനെയാണ്? റോ 3യുടെ കൂടെ എന്താ ആഡ് ചെയ്യുന്നത്? റോ 1നെ ഒരു K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും മാറുന്നത്? A3 പ്ലസ് K A1, പിന്നെ എന്ത് വരും? B3 പ്ലസ് K B1 C3 പ്ലസ് K C1. ഇങ്ങനെയായിട്ടത് മാറും. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റിയാലും അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ത് തന്നെ ആയിരിക്കും എന്നാണ് പ്രോപ്പർട്ടി പറയുന്നത്? ഡെൽറ്റ തന്നെ ആയിരിക്കും എന്നാണ് പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ പ്രോപ്പർട്ടി നല്ല രീതിയിൽ ക്ലിയർ ആയി വന്നോളും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്ന പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്, അത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏകദേശം ഒരു ഇത്രയും പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഇനിയുള്ളത് നമ്മുടെ പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.